വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം വിജയം തന്നെയാണ് എങ്കിലും BJP മത്സരിക്കുന്നത് അവർക്ക് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി കൂടുതൽ സീറ്റുകളോടുകൂടി അധികാരം വീണ്ടും തുടരാനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടപ്രതാപം വീണ്ടെടുക്കാനാണ്. അങ്ങനെ ഓരോ പാർട്ടിക്കും നിലനിൽപ്പിൻ്റേതായ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരു പാർട്ടി മരണവെപ്രാളത്തിലാണ്. ആ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ. ജയിക്കുക എന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചേ മതിയാകൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കെട്ടിപ്പൊക്കി വലിയേട്ടനായി നടന്ന പാർട്ടി ഈ നാളെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ വരും. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ വലിയ ഗുണ്ടായുസും ദാതയുമൊക്കെയായി വിലസി നടന്നവർ ഒന്നുമല്ലാതാകുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് ഒരു പാർട്ടി കൂപ്പുകുത്തുകയാണ്. അതിനു മുമ്പ് എന്താണ് ദേശീയ പാർട്ടി, എന്താണ് അതിൻ്റെ മാനദണ്ഡം, എന്താണ് പ്രാദേശിക പാർട്ടികൾ, എന്താണ് അതിൻ്റെ മാനദണ്ഡമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് പ്രേക്ഷകർക്ക് അറിവുള്ള കാര്യമാണ്, എങ്കിലും ഒരിക്കൽ കൂടി അത് നമുക്ക് പറയാം. എങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടി പദവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്, എന്താണ് ദേശീയ പാർട്ടി ആകാനുള്ള യോഗ്യതകൾ. ഒന്ന്, 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 ലോക്സഭാ സീറ്റുകൾ നേടണം. അതാണ് ഒരു ദേശീയ പാർട്ടി ആകാനുള്ള ഒരു മാനദണ്ഡം. അല്ല എങ്കിൽ ലോക്സഭയിലോ നിയമസഭയിലോ 4 സംസ്ഥാനങ്ങളിൽ നിന്നും 6% വോട്ടും 4 ലോക്സഭാ സീറ്റും നേടണം. അതാണ് രണ്ടാമത്തെ മാനദണ്ഡം. ഇനി ഈ 2 മാനദണ്ഡവും പാലിച്ചില്ലെങ്കിൽ മൂന്നാമതൊരു മാനദണ്ഡമുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടാകണം. അങ്ങനെ ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അവരെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടും. ഇനി എന്താണ് പ്രാദേശിക പാർട്ടി, അവരുടെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് നോക്കാം. നിയമസഭകളിൽ 3 സീറ്റ് ഉണ്ടാകണം. അതായത് ഒരു സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാനത്ത് 3 MLA ഉണ്ടാകണം. ഇല്ല എങ്കിൽ സംസ്ഥാനത്തെ 25 ലോക്സഭാ സീറ്റുകളിൽ 1 ലോക്സഭാ സീറ്റ് ഉണ്ടാകണം. കേരളത്തിൽ 25 ഇല്ല, 20 ലോക്സഭാ സീറ്റേ ഉള്ളൂ. അപ്പോൾ അതിൽ 1 ലോക്സഭാ സീറ്റ് ഉണ്ടാകണം. ഇനി അതും പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോക്സഭയിലോ നിയമസഭയിലോ തിരഞ്ഞെടുപ്പിൽ 6% വോട്ട്, 1 ലോക്സഭാ സീറ്റ്, 2 നിയമസഭാ സീറ്റ് ഉണ്ടാകണം. ഇനി അതും പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ലോക്സഭയിലോ നിയമസഭയിലോ കുറഞ്ഞത് 8% വോട്ടുകളെങ്കിലും നേടണം. ഇതാണ് സംസ്ഥാന പാർട്ടിയും ദേശീയ പാർട്ടിയും തമ്മിലുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ, അത് നിലനിൽക്കുന്നതിൻ്റെ മാനദണ്ഡം. ഇന്ത്യയിലാകെ 1700ഓളം രജിസ്റ്റേർഡ് ചെയ്ത പാർട്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ രജിസ്റ്റേർഡ് ചെയ്ത പാർട്ടി ഉള്ളത് ഉത്തർപ്രദേശിലാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. 428 പാർട്ടികളാണ് ഉള്ളത്. അതിൽ ചിലതൊക്കെ ഈ അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിരുന്നു. ഈ അടുത്ത കാലം വരെ ദേശീയ പാർട്ടികളായിരുന്ന പാർട്ടികളുണ്ട്. കേൾക്കുമ്പോൾ ദേശീയ പാർട്ടിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴവർ ദേശീയ പാർട്ടികളല്ല, സംസ്ഥാന പാർട്ടികളാണ്. അതിലൊന്ന് CPI ആണ്. 2023 CPIയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായി. മറ്റൊന്ന് NCP ആണ്. നമ്മുടെ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP, അവരും ഇപ്പോൾ ദേശീയ പാർട്ടിയല്ല. മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസ് ആണ്. മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ്, അവരും ഇപ്പോൾ ദേശീയ പാർട്ടി അല്ല. അവർക്കൊന്നും വലിയ കുഴപ്പമില്ല, അവർ പ്രാദേശിക പാർട്ടി അടക്കത്തിൽ നിൽക്കുന്നു. പക്ഷേ ഇവിടെ ചക്രശ്വാസം വലിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഇമേജ് എല്ലാം തകർന്നരിപ്പണമാക്കുന്നു. വഴിയേക്കൂടെ പോകുന്നവൻ എൻ്റെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരുന്നൊരു പാർട്ടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, CPM ആണ്. കേരളം ഭരിക്കുന്ന CPM. എന്തുകൊണ്ടാണ് CPM ദേശീയ പാർട്ടി അല്ലാതായി മാറുന്നത്? നിലവിലത്തെ സാഹചര്യത്തിൽ CPM ദേശീയ പാർട്ടി അല്ല. ഈ മാനദണ്ഡങ്ങളൊന്നും തന്നെ CPM പാലിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് CPM ദേശീയ പാർട്ടിയായി നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിക്കൊടുത്തു. അതായത് ഇന്നലെ മരിക്കേണ്ട രോഗിയെ വെന്റിലേഷന് കിടത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ആ വെന്റിലേറ്റർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു അതുവരെ അത് ദേശീയ പാർട്ടി തന്നെ ആയിരിക്കും. അതായത് ഈ മാനദണ്ഡങ്ങളൊന്നും നിലവിൽ CPMനില്ല. അവർ ദേശീയ പാർട്ടി അല്ല നിലവിൽ. പക്ഷേ ടെക്നിക്കൽ അവർക്കത് നീട്ടിക്കൊടുത്തിട്ടുണ്ട്, ഈ മാനദണ്ഡം പാലിക്കുന്നതിൻ്റെ സമയം. അത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഔദാര്യമാകാം, ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഔദാര്യമാകാം, എങ്ങനെ വേണേൽ അതിനെ വ്യാഖ്യാനിക്കാം. അത് നീട്ടിക്കൊടുത്തുകൊണ്ട് മാത്രമാണ് ദേശീയ പാർട്ടി. നമുക്ക് നോക്കാം എന്തുകൊണ്ട് CPM ഇപ്പോൾ ദേശീയ പാർട്ടി അല്ല എന്ന് പറയുന്നത്. അവർക്ക് 3 സംസ്ഥാനങ്ങളിൽ നിന്നും 11 ലോക്സഭാ സീറ്റ് വേണം ദേശീയ പാർട്ടി ആകണമെങ്കിൽ. പക്ഷേ CPMന് ആകെ 3 ലോക്സഭാ സീറ്റുകളേ ഉള്ളൂ. 2 എണ്ണം തമിഴ്നാട്ടിൽ നിന്നും 1 കേരളത്തിൽ നിന്നും. അതും 2 സംസ്ഥാനങ്ങളിൽ നിന്നും 3 സീറ്റുകളേ ഉള്ളൂ. അതല്ലാതെ 3 സംസ്ഥാനങ്ങളിൽ നിന്നും 11 സീറ്റുകൾ ഇല്ല. അതുകൊണ്ട് ആ ക്രൈറ്റീരിയയിൽ അവർ പരാജയപ്പെട്ടു. 2, ലോക്സഭയിലോ നിയമസഭയിലോ 4 സംസ്ഥാനങ്ങളിൽ നിന്നും 6% വോട്ട് നേടണം. 4 ലോക്സഭാ സീറ്റ് നേടണം. അവർക്ക് ആകെയുള്ളത്, അവർ അല്പമെങ്കിലും ഉള്ളത് ബംഗാൾ, ത്രിപുര, കേരളം, തമിഴ്നാടാണ്. അവിടെ നിന്ന് ഈ 6% വോട്ടുമില്ല, 4 ലോക്സഭാ സീറ്റുമില്ല. അവിടെയും ആ മാനദണ്ഡത്തിലും അവർ പിന്തള്ളപ്പെട്ടു പോയി. പിന്നെയുള്ളത് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി. അത് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. എവിടൊക്കെയാണെന്നറിയാവോ? ത്രിപുരയിൽ അവർ സംസ്ഥാന പാർട്ടിയാണ്.
അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവർ സംസ്ഥാന പാർട്ടിയാണ്, കേരളത്തിൽ സംസ്ഥാന പാർട്ടിയാണ്, പിന്നെ പശ്ചിമ ബംഗാൾ അവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് പശ്ചിമ ബംഗാൾ. പക്ഷേ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് 6% വോട്ട് നേടാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല. 4.71% കിട്ടിയത്. അതോടുകൂടി പശ്ചിമ ബംഗാളിലെ സംസ്ഥാന പാർട്ടി പദവി CPM-ന് ഇല്ല. അതുകൊണ്ട് ഈ ദേശീയ പാർട്ടിയുടെ ഒരു മാനദണ്ഡവും CPM-ന് പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദേശീയ പാർട്ടി അല്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാനദണ്ഡം പാലിക്കാൻ അല്പസമയം നീട്ടി നൽകിയതുകൊണ്ട്, അതായത് വെന്റിലേറ്റർ കിടത്തിയിരിക്കുന്നത് കൊണ്ട് മുൻപോട്ട് പോകുന്നു. ദേശീയ പാർട്ടിയാണ്, മോദിയെ താഴെ ഇറക്കും, BJP തകർക്കും, ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ഫാസിസം വളരുമെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആരുടെയെങ്കിലും വോട്ട് നേടാൻ പറ്റും. ഇനി അതും വലിയ മുമ്പോട്ട് പോക്ക് പ്രയാസകരമാണ്. ഏതായാലും ഇതാണ് CPM-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കേരളത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ സീറ്റ് നേടണം, വോട്ടിംഗ് ശതമാനം കൂടണം, തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് നേരത്തെ ഉണ്ടാകുന്ന 2 സീറ്റ് നിലനിർത്തണം, കൂടാതെ ത്രിപുരയിൽ നിന്നൊരു സീറ്റെങ്കിലും നേടണം. ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ കേരളത്തിൽ നിന്ന് 11 സീറ്റ് കിട്ടിയാൽ പോലും ഈ മാനദണ്ഡങ്ങളൊന്നും തന്നെ അവർക്ക് പാലിക്കാൻ കഴിയില്ല. കാരണം ഒന്നുകൂടെ ഞാൻ പറയാം, മാനദണ്ഡങ്ങൾ CPM അതിന് ഒന്നും പാലിച്ചില്ല. അങ്ങനെയാണ് CPM ദേശീയ പാർട്ടി പദവി നഷ്ടമായത്. ഒന്ന്, 3 സംസ്ഥാനങ്ങളിൽ 11 സീറ്റ് ജയിക്കണം. 3 സംസ്ഥാനങ്ങളിൽ CPM-ന് 11 സീറ്റില്ല. ആകെയുള്ളത് 2 സംസ്ഥാനത്ത് നിന്ന് 3 സീറ്റ്. രണ്ടാമത്തെ നിബന്ധന, ലോക്സഭയിലോ നിയമസഭയിലോ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 6% വോട്ടും 4 സീറ്റും നേടണം. അത് ഇല്ല. 3 സീറ്റേ ഉള്ളൂ, 6% വോട്ടും ഇല്ല. കാരണം പശ്ചിമ ബംഗാൾ 4.71% അവിടെ സംസ്ഥാന പാർട്ടി പോലും ഇല്ല. അപ്പോൾ ആ മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി അതും ഇല്ല. കാരണം 3 സംസ്ഥാനത്തെ സംസ്ഥാന പാർട്ടി പദവിയുള്ളൂ. കേരളം, തമിഴ്നാട്, ത്രിപുര. പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അപ്പോൾ സ്വാഭാവികമായി ദേശീയ പാർട്ടിയല്ല, സംസ്ഥാന പാർട്ടിയായി തന്നെ CPM പോകും. ഇനി ഔദ്യോഗികമായൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ദേശീയ പാർട്ടിയാണ് നിലകൊള്ളാം. ഏതായാലും അത് അധികം വൈകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1-2 മാസത്തിന് ശേഷം ഈ പാർട്ടികളുടെയൊക്കെ ഒരു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനാലിസിസ് ചെയ്തിട്ട് അത് അവർ സോർട്ട് ചെയ്ത് തിരിക്കും. ആ സമയത്ത് CPI-ക്കൊപ്പവും NCP-ക്കൊപ്പവും തൃണമൂൽ കോൺഗ്രസിനൊപ്പവും ഈ നമ്മുടെ CPM മാറും, പ്രാദേശിക പാർട്ടിയെ ചുരുങ്ങും. ഇതില്ല എന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. പശ്ചിമ ബംഗാളിൽ നിന്ന് അവർക്കൊരു സീറ്റ് ലഭിക്കണം, ത്രിപുരയിൽ നിന്നൊരു സീറ്റ് ലഭിക്കണം, തമിഴ്നാട്ടിൽ ഇപ്പോൾ ആകെ 2 സീറ്റിൽ അവർ മത്സരിക്കണം, അത് 2 ലഭിക്കണം. അപ്പോൾ ഏതാണ്ട് 3 സംസ്ഥാനത്തും സീറ്റായി. പിന്നെ അതായത് 3 സംസ്ഥാനത്ത് 11 സീറ്റ് വേണം. ഇനിയിപ്പോൾ ബംഗാളിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ പോലും ത്രിപുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓരോ സീറ്റും, കേരളത്തിൽ നിന്ന് 9 സീറ്റും നേടിയാൽ അവർക്ക് ഈ മാനദണ്ഡം പാലിക്കാൻ കഴിയും. അത് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. 2, ലോക്സഭയിലോ നിയമസഭയിലോ, അതായത് ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റ് എങ്കിലും 4 സംസ്ഥാനത്ത് നിന്ന് നേടണം. അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പാടാണ്. പിന്നെ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി വേണം. അതിപ്പോൾ നിലവിലില്ല. അതിനി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പശ്ചിമ ബംഗാൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അതിനുവേണ്ടി ട്രൈ ചെയ്യാനെങ്കിലും പറ്റൂ. ഏതായാലും CPM-നെ സംബന്ധിച്ച് ദേശീയ പാർട്ടി പദവി എന്നുള്ളത് പോകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഈ പറയുന്ന ക്രൈറ്റീരിയകളൊന്നും അവർക്ക് പാലിക്കപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകിയ ഔദാര്യത്തിലാണ്. അതായത് ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാൻ അല്പസമയം നീട്ടി നൽകിയിട്ടുണ്ട്, എല്ലാ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കോൾ അടിച്ചത് CPM-നാണെന്ന് മാത്രം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കും ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ CPM-ന് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. ജീവിക്കണോ മരിക്കണോ എന്നുള്ളത്. കാരണം ഇത്രയും നാളൊക്കെ ഇവിടെ തലക്കെട്ടും കെട്ടി നടന്ന് എല്ലാവരെയും വെല്ലുവിളിച്ച് ദേശീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് മോദിയെ താഴെ ഇറക്കാൻ നടന്ന വമ്പൻ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്കെടുക്കും. ഇതുതന്നെയാണ് ന്യൂസ് ഞങ്ങളുടെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.